നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ഓഫ് ദളിറ്റ്സ്. അതിൻ്റെ ഹിസ്റ്റോറിയൽ ബാക്ക്ഗ്രൗണ്ടും പ്രസൻറ്റ് സെനാരിയോ ആണ്. എഡ്യൂക്കേഷൻ ഹാസ് എ വൈറ്റൽ റോൾ ഇൻ എംപവറിങ് ദളിറ്റ്സ് ആൻഡ് പ്രൊമോട്ടിങ് സോഷ്യൽ ഇക്വാലിറ്റി ഇൻ ഇന്ത്യ. ഇപ്പോൾ എഡ്യൂക്കേഷൻ നമുക്കറിയാം, എഡ്യൂക്കേഷൻ എല്ലായിടത്തും ഡിനൈ ചെയ്തിരുന്നതാണ്. അതിലൊക്കെ അവർക്കൊരു സ്ഥാനം ലഭിക്കുന്നതിനും അവരുടെ എംപവറിങ്ങിനും ഒക്കേത്തിനും എഡ്യൂക്കേഷൻ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഓഫ് ദളിറ്റ്സ് ഇൻ ഇന്ത്യ ഹാസ് ഹിസ്റ്റോറിക്കലി ബീൻ ഹിൻഡ്രഡ് ബൈ ദ റിജിഡ് കാസ്റ്റ് സിസ്റ്റം which denied them access to schools and learning opportunities. ഇവരുടെ ഒരു കാസ്റ്റ് സിസ്റ്റം കൊണ്ട് തന്നെ ദളിറ്റ്സിനെ എപ്പോഴും സ്കൂളും അല്ലെങ്കിൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അവർക്ക് ഡിനൈ ചെയ്തിരുന്നതാണ്. അതിനൊക്കെ തന്നെ ഡോക്ടർ BR അംബേദ്കർ ഫൗണ്ട് ചെയ്തിട്ടുള്ള രണ്ട് കോളേജസാണ് സിദ്ധാർത്ഥ കോളേജസ് ആൻഡ് മിലൻ കോളേജ്. ഇത് അവരുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കോളേജസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ, ദളിറ്റ്സ് were ട്രഡീഷണലി ഡിനൈഡ് ആക്സസ് ടു ഫോർമൽ എഡ്യൂക്കേഷൻ ഡ്യൂ ടു ദ റിജിഡ് കാസ്റ്റ് സിസ്റ്റം. നേരത്തെ പറഞ്ഞത് ആണ്, അതായത് കാസ്റ്റ് സിസ്റ്റം കാരണം തന്നെ അവർക്ക് ഫോർമലായിട്ടുള്ള എഡ്യൂക്കേഷനൊന്നും കിട്ടിയിരുന്നില്ല. Occupations assigned to Dalits were often manual and unskilled, limiting and perceived need for education. അവർക്ക് ഒരു ഹയർ എഡ്യൂക്കേഷൻസും അല്ലെങ്കിൽ ഒരു ഹൈ ലെവലിൽ കിട്ടുന്ന എഡ്യൂക്കേഷനോ ജോബോ ഒന്നും തന്നെ അവർക്ക് കൊടുത്തിരുന്നില്ല. അതൊക്കെ അപ്പർ കാസ്റ്റിനുള്ളതാണല്ലോ. പിന്നെ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ആണ്. അതായത് ലീഡേഴ്സ് ലൈക്ക് ജ്യോതിറാവു ഫൂലെ എസ്റ്റാബ്ലിഷ്ഡ് സ്കൂൾസ് ഫോർ ദളിറ്റ്സ് ചിൽഡ്രൻ ഇൻ മഹാരാഷ്ട്രയിൽ ദളിത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ സ്കൂൾസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജ്യോതിറാവ് ഫൂലെ. അദ്ദേഹത്തെ പോലെ തന്നെ കുറേ പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ BR അംബേദ്കർ എംഫസൈസ്ഡ് ഹയർ എഡ്യൂക്കേഷൻ ആസ് എ മീൻസ് ടു ചാലഞ്ച് സോഷ്യൽ ഓപ്പറേഷൻ ആൻഡ് അറ്റൈൻ ഇക്വാലിറ്റി. അദ്ദേഹം ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലൂടെ തന്നെ സോഷ്യൽ ഓപ്പറേഷൻ നേരിടുക, ഇക്വാലിറ്റി അറ്റൈൻ ചെയ്യുക, ഇതൊക്കെ വേണ്ടിയിട്ടായിരുന്നു. Other regional reformers like Periyar E.V. Ramaswamy and Mahadev Govinda Ranath also advocated education for marginalized communities. അവരും ഇതിനെതിരെ പ്രവർത്തിച്ച ആൾക്കാരാണ്. അടുത്തത് മിഷനറി ആൻഡ് കൊളോണിയൽ എഡ്യൂക്കേഷനാണ്. മിഷനറി സ്കൂൾസ് പ്രൊവൈഡഡ് സം ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദളിറ്റ്സ് ബട്ട് വെർ ലിമിറ്റഡ് ഇൻ റീച്ച്. ദളിത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് ലിമിറ്റഡ്. പിന്നെ കൊളോണിയൽ എഡ്യൂക്കേഷൻ പോളിസീസ് ലാർജ്ലി ബെനഫിറ്റ് അപ്പർ കാസ്റ്റ് എലൈറ്റ്സ്, ദളിറ്റ്സ് റിമൈൻ മാർജിനലൈസ്ഡ്. കൊളോണിയൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അതും അപ്പർ കാസ്റ്റിനുള്ള കുട്ടികൾക്കുള്ളതായിരുന്നു. അവിടെയും ദളിറ്റ്സ് മാർജിനലൈസ് ചെയ്യപ്പെട്ടിരുന്നു. ലിറ്ററസി ആൻഡ് അവയർനെസ്. ലിറ്ററസി എമംഗ് ദളിറ്റ്സ് ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യ വാസ് എക്സ്ട്രീംലി ലോ. അതായത് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴുള്ള കാലഘട്ടത്തിലൊക്കെ ദളിറ്റ്സിൻ്റെ എഡ്യൂക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരുന്നു. അവെയർനെസ് അബൌട്ട് എഡ്യൂക്കേഷൻ വാസ് ലിമിറ്റഡ് ഡ്യൂ ടു സോഷ്യൽ ടാബൂസ് ആൻഡ് എക്കണോമിക് കൺസ്ട്രെയിൻസ്. അടുത്തത് ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ആണ്. ആർട്ടിക്കിൾ 15 പ്രോഹിബിറ്റ്സ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ആർട്ടിക്കിൾ 46 പ്രൊമോട്ട്സ് എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. പിന്നെ റിസർവേഷൻ പോളിസീസാണ്. റിസർവ്ഡ് സീറ്റ്സ് ഇൻ സ്കൂൾസ്, കോളേജസ് ആൻഡ് ഗവൺമെൻറ് ജോബ്സ് ഫോർ SCs. ഇപ്പം നമുക്ക് SC അല്ലെങ്കിൽ ST എല്ലാവർക്കും തന്നെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആൾക്കാർക്ക് റിസർവേഷൻ നമുക്ക് സ്കൂളിലും കോളേജിലൊക്കെ അഡ്മിഷൻ ആണെങ്കിലും പിന്നെ ജോബ്സിലാണെങ്കിലും ഒക്കെ റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ റൈറ്റും ആണ്. സ്കോളർഷിപ്സ് ആൻഡ് സ്റ്റൈപ്പൻഡ് പ്രോഗ്രാംസ് എൻകറേജസ് അറ്റൻഡൻസ് ആൻഡ് റെഡ്യൂസ് എക്കണോമിക് ബേർഡൻസ്. ഇങ്ങനെയുള്ള ലോവർ കാസ്റ്റിൽ അവർക്കുള്ള ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ഇത്തരം കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, സ്റ്റൈപ്പൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സഹായം തന്നെ ആയിരുന്നു. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് സ്കീംസാണ്. മിഡ് ഡേ മീൽ സ്കീംസ് ഇംപ്രൂവ് സ്കൂൾ റിറ്റൻഷൻ ആൻഡ് ന്യൂട്രീഷൻ. ഇപ്പം നമുക്കറിയാം മിഡ് ഡേ മീലൊക്കെ കാരണം കുറേ കുട്ടികൾ എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എഡ്യൂക്കേഷന്. പിന്നെ സർവശിക്ഷ അഭിയാൻ ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 എയിം ഫോർ യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. എല്ലാവർക്കും ഒരു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊണ്ടുവരണം എന്നുള്ള രീതിക്ക് കൊണ്ടുവന്നതാണല്ലോ ഈ SSA and RTE ആക്റ്റൊക്കെ. പിന്നെ പോസ്റ്റ് മാട്രിക്
സ്കോളർഷിപ്പ് ആൻഡ് ഫ്രീ കോച്ചിങ് പ്രോഗ്രാംസ് ഹെൽപ്ഡ് ദളിത് ആക്സസ് ഹയർ എഡ്യൂക്കേഷൻ. ഇങ്ങനെയുള്ള കുറേ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ ദളിതിൻ്റെ എഡ്യൂക്കേഷനെ ഒന്നും കൂടി എന്താ പറയുക പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുള്ള പോയിൻറ്റ്സാണ്. പിന്നെ അഫർമേറ്റീവ് ആക്ഷൻസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. Reservations in IITs, medical colleges and professional courses promote social mobility. Coaching centers and mentorship programs target ദളിത് സ്റ്റുഡൻസ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ അവർക്കുള്ള റിസർവേഷൻ ഈ ദളിത് സ്റ്റുഡൻസിൻ്റെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും കൂടിയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇപ്പോഴത്തെ നിലവിലുള്ള കാര്യങ്ങളാണ്. അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സും പെടാം, കുറേ വെല്ലുവിളികൾ പെടാം. അതൊക്കെ നമുക്ക് നോക്കാം. ലിറ്ററസി rate among Dalits has increased to approximately 70.9%. 2011 സെൻസസ് പ്രകാരമുള്ളതാണ്. പണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രീ ഇൻഡിപെൻഡൻസിൽ ലിറ്ററസി റേറ്റ് വളരെ കുറവായിരുന്നെന്നാണ്. പക്ഷേ ഇപ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി 70.9% എങ്കിലും കൂടിയിട്ടുണ്ട്. പിന്നെ എൻറോൾമെൻറ്റ് ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഹാസ് ഇംപ്രൂവ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി. ഈ കുട്ടികൾ ഒരുപാട് പേര് പഠിക്കാൻ എത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ദളിത് സ്റ്റുഡൻസ് ആർ എൻട്രിങ് ഹയർ എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ കോഴ്സസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്. ഇപ്പം നമുക്കറിയാം ദളിത് സ്റ്റുഡൻസ് പല മേഖലകളിലും വളരെ ടാലൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നറിയാം അല്ലേ. പിന്നെ ചാലഞ്ചസ് ആണ്. ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും പല ഡീമെറിറ്റ്സുകളും ഉണ്ടാവാൻ സാധ്യതയുള്ളതാണല്ലോ. ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിലൊക്കെ കുറേ കുട്ടികൾ പഠനം പാതി വഴി നിർത്തുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. പുവർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലാക്ക് ഓഫ് ട്രെയിൻഡ് ടീച്ചേഴ്സ് ഇൻ ദളിറ്റ്സ് കോൺസെൻട്രേറ്റഡ് റീജിയൻസ്. അതായത് ഇപ്പം ദളിറ്റ്സ് പഠിക്കുന്ന മേഖലകളിൽ പ്രത്യേകിച്ചും റൂറൽ ഏരിയാസിലൊക്കെ ആണെങ്കിൽ പുവർ ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കാം. പിന്നെ ടീച്ചേഴ്സ് അത്രയും സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ എഡ്യൂക്കേഷനൊക്കെ പാതി വഴി നിർത്തേണ്ട അവസ്ഥ കുട്ടികൾക്ക് വരുന്നുണ്ട്. സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് അൺടച്ചബിലിറ്റി പ്രാക്ടീസസ് സ്റ്റിൽ സറ്റ്ലി അഫക്റ്റ് ക്ലാസ് റൂം ഡൈനാമിക്സ്. അതായത് ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസ് ഇപ്പോൾ കുട്ടികളിലാണെങ്കിലും ഇപ്പോൾ ലോവർ കാസ്റ്റ് അപ്പർ കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിവെക്കുന്നുണ്ടല്ലോ മനസ്സിൽ. ഇതൊക്കെ കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇപ്പം ദളിത്സിനാണെങ്കിൽ അവർ ലോവർ കാസ്റ്റ് ആണെന്നൊക്കെയുള്ളൊരു കുറ്റബോധം അല്ലെങ്കിൽ എങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടാവുകയും ഒക്കെ കൊണ്ട് തന്നെ അവർ പതിയെ അതിനൊക്കെ പിന്നോട്ട് മാറുന്ന അവസ്ഥകളാണ് ഉണ്ടാവുന്നത്. പിന്നെ എക്കണോമിക് ചാലഞ്ചസ് ആണ്. ഇറ്റ് ഫോഴ്സ് ചിൽഡ്രൻ ടു വർക്ക് റെഡ്യൂസിങ് സ്കൂൾ അറ്റൻഡൻസ്. അതായത് ഇപ്പം ബുദ്ധിമുട്ട് ഫിനാൻഷ്യലി ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന കുട്ടികൾ പഠനം ഉപേക്ഷിച്ചിട്ട് എന്തെങ്കിലും തൊഴിൽ തേടി പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ഒരു ചാലഞ്ചിങ് ആയിട്ട് മാറുന്ന അവസ്ഥകളുണ്ട്. പിന്നെ എമേർജിങ് ട്രെൻഡ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം ഇതുകൊണ്ട് വന്നിട്ടുള്ള കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ലേണിംഗ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആർ വൈഡ് ആൻഡ് ആക്സസ്. ഇപ്പോൾ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓൺലൈൻ ക്ലാസ്സസൊക്കെ. പിന്നെ NGOs ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ പ്രൊമോട്ട് സ്കിൽ ബേസ്ഡ് ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ്. പഠിത്തം മാത്രമല്ലാതെ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ സ്കൂളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Dalits are increasingly participating in leadership roles and social activism. ദളിത്സിനെയും ഇങ്ങനെയുള്ള എല്ലാ ഇതിലും ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി അവെയർനെസ് പ്രോഗ്രാംസ് എൻകറേജസ് ഗേൾസ് എഡ്യൂക്കേഷൻ ആൻഡ് റെഡ്യൂസ് ജെൻഡർ ഡിസ്പാരിറ്റി. ഗേൾസ് എഡ്യൂക്കേഷന് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഇവിടെ കൂടുതലായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ റീജിയണൽ ഡിസ്പാരിറ്റീസ് ആണ്. അർബൻ ദളിറ്റ്സ് ജനറലി ഹാവ് ബെറ്റർ ആക്സസ് ടു എഡ്യൂക്കേഷൻ ദാൻ റൂറൽ ദളിറ്റ്സ്. റൂറൽ ഏരിയയിലുള്ള ദളിറ്റ്സിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ആക്സസിബിളാണ് എഡ്യൂക്കേഷൻ അർബൻ ദളിറ്റ്സിന്. പിന്നെ നോർത്തേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഷോ വേരീഡ് പ്രോഗ്രസ് കമ്പയർഡ് ടു സതേൺ സ്റ്റേറ്റ്സ്. പറയുന്നത് സതേൺ സ്റ്റേറ്റ്സിനേക്കാൾ കൂടുതലും എഡ്യൂക്കേഷൻ കൂടുതൽ പ്രോഗ്രസ് ഉള്ളത് നോർത്ത് ഈസ്റ്റിലാണെന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഈ ഫോട്ടോസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്ടർ BR അംബേദ്കർ ഫൗണ്ട് ചെയ്തിട്ടുള്ള 2 കോളേജസ് ആണ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഓഫ് ദളിറ്റ്സ്. പിന്നെ ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ വിച്ച് സ്റ്റേറ്റ് ജ്യോതിറാവു ഫൂലെ എസ്റ്റാബ്ലിഷ്ഡ് സ്കൂൾ ഫോർ ദളിത് ചിൽഡ്രൻ. നമ്മൾ പറഞ്ഞല്ലേ മഹാരാഷ്ട്രയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർട്ടിക്കിൾ പ്രോഹിബിറ്റ്സ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ. 15 ആണ്. പിന്നെ വിച്ച് ആർട്ടിക്കിൾ പ്രൊമോട്ട്സ് എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. അത് 46 ആണ്.
Which scheme is aimed for universal primary education? It's option B, SSA. Which British policy introduced in 1854 primarily focused on modern education for upper caste communities while proposing a graded system of school for masses? Wood's Dispatch ആണ്. And according to the 2011 Census of India, which of the following statements accurately reflects the literacy scenario among Dalits, highlighting the persistent educational disparities? Option B ആണ്. The literacy rate among Dalits was 70.9%, showing improvement but still lagging behind the national average literacy rate. Dr. B.R. Ambedkar's establishment of institutions such as Siddhartha College and Milind College primarily reflected which of the following objectives? Option C ആണ്. To provide avenues of higher education and intellectual advancement for Dalit community. Which of the following statements best describes the paradox of colonial education in relations to Dalits in India? Option B ആണ്. Missionary institutions were the main source of Dalit education but reached only a few regions. In the context of constitutional safeguards for the scheduled caste, which combination of articles specifically emphasizes educational equality and promotion of their socio-economic welfare through state policies? Is option C, Article 15 and 46. In what way did post-independence government initiatives attempt to bridge educational inequalities among Dalits? By abolishing all forms. Okay, answer C ആണ് കേട്ടോ. By introducing reservation policies, scholarship and midday meal schemes. പിന്നെ assertions ആണ്. Dr. B.R. Ambedkar launched the journal Mook Nayak in 1920. Reasons എന്ന് പറയുന്നത്, the purpose of this journal was to represent the marginalized communities who had long been denied the right to express their views. ഇതിലെ ആൻസർ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അടുത്ത ക്വസ്റ്റ്യൻ, educational progress among Dalits in India remains uneven across different regions. Reasons, there exist significant urban, rural and north-south disparities in India in access to quality education and implementation of welfare schemes. Options, answer A ആണ്. Both A and R are true. R is the correct explanation of A. അടുത്തത്, last question ആണ്. Which combination of leaders most accurately represents the early social reformers who emphasized educational upliftment among Dalit during the 19th and early 20th century? ആൻസർ B ആണ്. ജ്യോതിരാവ് ഫുലെ, ഡോക്ടർ B.R. അംബേദ്കർ ആൻഡ് പെരിയാർ E.V. രാമസ്വാമി. അപ്പോൾ അത്രേ ഉള്ളൂ. സോ താങ്ക് യു.